ഹലോ ഗൈസ്, ഇത് രാവിലത്തെ അപ്പത്തിൻ്റെ മാവ് മിച്ചം വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു പൊന്നു സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും ഒരു വട്ടയപ്പം ഉണ്ടാക്കി വെക്കാമെന്ന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അപ്പത്തിൻ്റെ മാവാണ് കുറച്ച് എടുത്തിട്ടുണ്ട്. 2 നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ശർക്കര പാനിയാക്കിയാണ് ഉപയോഗിക്കുന്നത്, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ശർക്കരയൊന്ന് പാനിയാക്കി എടുക്കാവേ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെക്കാം. ഈ സമയം ഞാൻ ഏത്തയ്ക്ക കൂടെ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ചെറിയൊരു ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിനകത്ത് ഏത്തയ്ക്ക കൂടെ ഒന്ന് വഴറ്റിയെടുക്കാവേ. ഏത്തയ്ക്ക ഇങ്ങനെ തന്നെ വേണേലും ഇടാം, പക്ഷേ ഇവിടെ പിള്ളേർക്ക് ഏത്തയ്ക്ക അങ്ങനെ കിടക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് അതൊന്ന് വഴറ്റിയെടുക്കാം. സമയം നമ്മുടെ ശർക്കര നന്നായിട്ട് പാനിയായിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് കുറുകി വരട്ടെ. കുറച്ചുകൂടെ ഒന്ന് കുറുകി വന്നതിന് ശേഷം എടുക്കാം. ഓൾറെഡി നമ്മുടെ അപ്പത്തിൻ്റെ മാവിൽ ആവശ്യത്തിനത് ലൂസായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അരിച്ച് നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനി അധികമാണെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചതിന് ശേഷം മാവിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താലും മതി. ഇപ്പോൾ ഇവിടെ എൻ്റെ എടുത്തിരിക്കുന്ന മാവിന് ആവശ്യത്തിനുള്ള പാനിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് അരിച്ചത് മാവിലേക്ക് തന്നെ ഒഴിക്കുകയാണ്. ഇപ്പോൾ ശർക്കരപ്പാനി മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഏത്തപ്പഴവും നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ആ മാവിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ മാവിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഈ ഏത്തപ്പഴം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇളക്കാൻ പാകത്തിന് ഞാൻ നമ്മുടെ മാവ് ഒരു വലിയ ചരുവത്തിലേക്ക് മാറ്റുവാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കൺസിസ്റ്റൻസിയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ഏലക്ക പൊടിച്ചതൂടെ ചേർത്ത് കൊടുക്കാവേ. നമുക്ക് 2 ഏലക്ക കൂടെ പൊടിച്ചെടുക്കാവേ. ഇനി അതുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയാലോ. അപ്പം ഉണ്ടാക്കാനായിട്ട് ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പിലേക്ക്. ഇഡലി ഉണ്ടാക്കുന്ന ചെറിയ തട്ടാണ് ഞാൻ അതിലേക്ക് തിരിച്ചായിട്ട് കൊടുക്കുന്നത്. അതാകുമ്പോൾ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ പാത്രം നല്ലവണ്ണം അതിനകത്ത് നല്ല സെറ്റായിട്ടിരുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്കാണ് ഞാൻ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് മാവ് ഒഴിച്ച് വെക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് തടവിയെടുക്കാം. എല്ലാ സൈഡിലേക്കും നന്നായിട്ട് നമുക്കൊന്ന് നെയ്യ് തടവിയെടുക്കാം. അതാകുമ്പോൾ അപ്പം വെന്ത് കഴിയുമ്പോൾ ഇതിനകത്ത് പിടിച്ചിരിക്കത്തില്ല. നന്നായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഇഡലി പാത്രത്തിനകത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാറ്റർ അതിന് മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് പാത്രം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ വട്ടയപ്പം ആവിയിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. തണുത്ത് കഴിഞ്ഞ് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വെക്കാം. അപ്പോൾ നമ്മുടെ വട്ടയപ്പമൊക്കെ നന്നായിട്ട് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നന്നായി ആറി വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ തനിയെ വിട്ട് വരുവേ. ഇങ്ങനെ നമുക്ക് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ പാകത്തിന് നന്നായിട്ട് വിട്ട് വരും. ഒട്ടും പാത്രത്തിലൊന്നും പിടിക്കാതെ നന്നായിട്ട് നമുക്കിങ്ങനെ വിട്ട് കിട്ടും.
അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് ആറി വന്നാൽ മാത്രമേ നമുക്കിതുപോലെ നല്ല ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാനും പറ്റുള്ളൂ. അപ്പം നമ്മളിത് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു പീസ് എടുത്ത് നോക്കാതെ. അപ്പം നമ്മുടെ വട്ടയപ്പം റെഡി ആയി കഴിഞ്ഞു. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു മധുരമുള്ള പലഹാരമായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.